ഹായ് ഫ്രണ്ട്സ് ടൂറോട്ട് പോവാ. പ്രിയ റെഡിയായോ? അമ്മ ഞാൻ റെഡിയായി. പ്രിയ അമ്മ നാളെ നോക്കൂ, എനിക്ക് കൊറിയയിലാണ് ജോബ് കിട്ടിയത്. അതുമാത്രമല്ല അമ്മയ്ക്ക് അറിയില്ലേ? ശരി പ്രിയ, ഈ മാരേജ് എന്താ നീ പറയാ പ്രിയ? അമ്മ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, അവന് മാരേജ് കഴിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കോ അമ്മയ്ക്ക് അറിയില്ലേ? അറിയും മോളെ, ഓൾറെഡി അവനക്ക് 3 കല്യാണം കഴിഞ്ഞു. ഇപ്പം നിന്നെ 4മത്തെ ചോദിക്കുന്നതാ. അതെ അമ്മ, എന്ത് പറഞ്ഞ കാര്യമുണ്ടോ? അവർക്ക് കുട്ടികളെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് എന്തിനാ അമ്മ മോളെ, ഇവിടെ നിന്ന് പ്രശ്നമാവും, നീ ഇവിടുന്ന് പോകുന്നത് ശരിയാ. അമ്മ അവന് കണ്ടുപിടിക്കില്ല അമ്മ. പ്രിയ നീ വിഷമിക്കണ്ട പ്രിയ. അവൻ ഇവിടുന്ന് പോയിരുന്നു. എവിടേക്ക് അമ്മ പറഞ്ഞത്? ഇല്ല മോളെ, അവൻ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. നീ ഇവിടുന്ന് വേഗം പോകുന്നത് ശരിയാണ്. അവൻ വരില്ലമ്മ. പ്രിയ പറഞ്ഞേക്ക്, അവനിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയത്. പിന്നെ അവൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ വരില്ല. അവൻ വരുന്ന മുമ്പ് നീ ഇവിടുന്ന് പോകുന്നത് നിനക്ക് നല്ലതാണ് എന്ന് അമ്മ പറഞ്ഞായിരുന്നു. അത് കേട്ട് ശരി ഓക്കെ എന്ന് അമ്മനോട് പറഞ്ഞായിരുന്നു. ഹീറോയും ഓക്കെ പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയും ഇങ്ങനെ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഗേൾസ് ഹായ് പ്രിയ, ഹായ് നിങ്ങളുടെ പേരെന്താ? അതെ ഗേൾസ് വരെ പറയുന്നത് ഞങ്ങളുടെ പേര് പ്രിയ വന്നു. അങ്ങനെ പ്രിയ പറഞ്ഞായിരുന്നു. അങ്ങനെ ഗേൾസിന് പേര് പ്രിയ എന്ന് ഹീറോയി പറഞ്ഞു. നിറയെ ഗേൾസ് ഉണ്ടായിരുന്നു. ഗേൾസ് ഹീറോയിൻ മേലെ നെയിം മതി. അങ്ങനെ പ്രിയ മാത്രമാണ് ഹീറോയിൻ, ഫുൾ നെയിം മതിയാണ് ആ ഗേൾസ്ക്ക് പേര്. ശരി നിങ്ങൾ എവിടെയൊക്കെ പോകുന്നത്? അങ്ങനെ ഓരോന്ന് ഗേൾസ് പറഞ്ഞു. ആ ഫ്ലൈറ്റിലങ്ങ് പോകുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഒരു ഐഡിയ കിട്ടി. ശരി ഓക്കെ ഞാനും ടിക്കറ്റ്, അങ്ങനെ ഹീറോയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവരെ കൂടെ പോയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര രക്ഷപ്പെട്ടു. അമ്മ അച്ഛാ ഞാൻ കോൾ ചെയ്യാം, നിങ്ങളൊന്ന് ഞാൻ എവിടേക്ക് പോയത് പറയാൻ പാടില്ല എന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. ഇതാണ് സീക്രട്ട് റൂം. അവരെതിരിൽ ഒന്നും നിങ്ങൾ റിയാക്ഷൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഫോൺ വരും മാത്രമോ ഈ നമ്പറിൽ വരും എന്ന് ഹീറോയി പറഞ്ഞു. ഇത് എൻ്റെ വോയിസ് ചേഞ്ച് ആയിട്ട് സംസാരിക്കുന്ന ഫോണാണ്. ഇതിൽ എൻ്റെ പേരൊന്നും പറയണ്ട, അമ്മയ്ക്ക് ഞാൻ വേറെ ഒരു പേരുണ്ട്, ആ പേര് പറഞ്ഞാൽ മതി അമ്മ. ശരി അമ്മ. പ്രിയ ശരി ഓക്കെ എന്ന് പ്രിയ പറഞ്ഞു. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ മമ്മി പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഹീറോയി പോയി. ഞാൻ മാത്രം ഇത് വേറെ സിമ്മല്ല മെങ്ങിയത് ഹീറോയി പറഞ്ഞിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയി, അതൊരു ഗേളുടെ അത് മെങ്ങിയായിരുന്നു. അത് പറഞ്ഞ് ഈ ഫോൺ നമ്പറിൽ ഞാൻ കോൾ ചെയ്യും, അത് വോയിസ് ചേഞ്ച് ആക്കി വിളിക്കും എന്ന് ഹീറോയിൻ പറഞ്ഞായിരുന്നു. ഇവിടെ പോയിട്ടല്ല, കൊറിയയിൽ പോയിട്ടാണ് ഞാൻ വിളിക്കും. നിങ്ങൾക്ക് സിം ഏത് ഞാൻ പറയില്ല, അവിടെ സിം എടുത്ത് നിങ്ങൾക്ക് കോൾ ചെയ്ത് സംസാരിക്കും. ഞാൻ വേറെ ഫോൺ നമ്പറിൽ സംസാരിക്കും. എൻ്റെ നെയിം ഇതാണ് ഞാൻ പറഞ്ഞ ഹീറോയി പറഞ്ഞ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയി കൊറിയക്ക് ഡൽഹിക്ക് എത്തി. അങ്ങനെയായിട്ട് അവിടെ ഹീറോയിന് മാരേജൊക്കെ പറഞ്ഞ് അവനവിടെ ബിസിനസ്സിൽ പോയായിരുന്നു. ഹലോ അമ്മ. എന്തടാ എന്തുവിടെ എത്തിയടാ? അതെ അമ്മ, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ഇവിടെ തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ബിസിനസ് മോ, ഇവിടെ ബിസിനസ് പറഞ്ഞ നല്ലൊരു മാരേജാണ്. ഇവിടെ കുറച്ച് ഒരു ഭയങ്കര ഫേമസ് ഒരു ആക്ടറാണ് അവർ. എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനി, അത് നമ്മൾ കമ്പനിയിൽ ചോദിച്ചായിരുന്നു ഓർഡർ. അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല അമ്മ. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു, ഇനി ബാക്കി കല്യാണം കഴിഞ്ഞ ശേഷം വരാം അമ്മ. 25 കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി ഒരു കല്യാണം കഴിഞ്ഞു, ഇനി 24 കല്യാണം ഉണ്ടമ്മ. എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. കല്യാണ കാര്യം പറയാൻ പറ്റിയായിരുന്നു. ശരിടാ നീ അത് ഇനി കല്യാണം കഴിഞ്ഞ ശേഷം വാടാ. ശരി നിനക്ക് അവൾക്ക് കല്യാണം കഴിപ്പിക്കാം. ശരി അമ്മ, എനിക്ക് അവൾക്ക് കല്യാണം കഴിപ്പിക്കണം. ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല, സോറി അമ്മ. ശരിടാ. അമ്മ പറയുന്നു എനിക്ക് വേറെ പ്ലേസ് പോകുന്നുണ്ട്, ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ടുണ്ട് വെളിനാട്ടിൽ. അതിനുശേഷം ഞാനിവിടെ മുംബൈക്ക് വന്നിട്ടുണ്ടടാ. എൻ്റെ അമ്മ മുംബൈക്ക് പോയിരുന്ന? അതേടാ, എനിക്ക് നിറയെ ഇവിടെ ഡ്രസ്സ് നല്ല ഫേമസ് അതെല്ലാം ഉണ്ട്, അതൊക്കെ വന്നത്. ശരി അമ്മ. അങ്ങനെ പറഞ്ഞ് അവർ എല്ലാവരോടും കറങ്ങാൻ പോയിരുന്നു. ഇതേ ടൈം ആകുമ്പോൾ ഹീറോയി അവിടെ നിന്ന് മുങ്ങി. ബാക്കിയവരെല്ലാം ഓരോന്ന് സാധനങ്ങൾ എടുക്കാൻ ഷോപ്പിംഗ് ചെയ്യാൻ അവർ പോയായിരുന്നു. ഹീറോയ്ക്ക് ഇതേ ടൈം വന്ന് ഹീറോയിൻ അവിടെ നിന്ന് മുങ്ങിയിട്ട് ഡൽഹിക്ക് എത്തി. ഡൽഹിനെ കൊറിയക്ക് പോകുന്ന ഫ്ലൈറ്റ്. ഡൽഹിയിൽ നോക്കുമ്പോൾ അതിലൊരാൾ ഡൽഹിനെ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറി. അവിടെ ഗേൾസും പറഞ്ഞു, ബാക്കി ഗേൾസ് ഉണ്ടായിരുന്നു. അവർ കൊറിയക്ക് എത്തി ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. കുറച്ച് ദിവസം കഴിഞ്ഞ് കൊറിയക്ക് എത്തി. ഹീറോയി കൊറിയയിൽ വന്നെത്തി. ഈ പ്ലേസ് നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞായിരുന്നു. ഹീറോയി കോൾ ചെയ്തു ഫ്രണ്ടിക്ക്. ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. റോസി പറയാൻ തുടങ്ങി, മച്ചി നീ എവിടെടി? ഞാൻ ഇപ്പോൾ എയർപോർട്ടിലേക്ക് വന്ന് ഫോൺ ചെയ്തു, ഇപ്പം നീ എവിടെ? ഞാൻ വെളിയിലുണ്ട് വാ എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞു. ഹീറോയുടെ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ എവിടെ ഉണ്ടടി എന്നെ ബോർഡ് കാട്ടി. എവിടെ ഞാൻ കണ്ടു, ഇത് ലെഫ്റ്റ് തിരി. അങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഹായ് ഇവിടെ ഉണ്ടടി, നീ അങ്ങോട്ടും ഇവിടേക്ക് നോക്കാം. ഗുഡ് ഹീറോ ബാഗ് എടുത്തോടി ഇവന് ഫ്രണ്ട് അയച്ചത്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടടി. എന്താ പറയാ? അതെ
ഹീറോയി വന്നിരുന്നത് ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഒരു ജീൻസ് ടോപ്പാണ് ഇട്ടിട്ടുള്ളത്, ബ്ലാക്ക് ഡ്രസ്സാണ്. ഹീറോ ഫ്രണ്ട് പറയാൻ തുടങ്ങി, ഇതാണ് കൊറിയ, ഇഷ്ടപ്പെട്ടോ മച്ച്, ഇഷ്ടപ്പെട്ടൂടെ, ഇവിടെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അതെ പ്രിയ, എനിക്കിവിടെ റോസ് പറയായിരുന്നു, ഇവിടെ ജോലി കിട്ടിയ, നിനക്ക് ജോബ് കിട്ടിയിരുന്നു. അതേടി മച്ച്, എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ. അങ്ങനെ ഒരു ഗേൾസ് എല്ലാം വന്നു. ഇതാണ് കമ്പനി, ജിയാൻ ജങ്കൂക്ക്. അതെ അതെ മച്ച്, ഒരു കാര്യം പറഞ്ഞോണ്ട്, ഇവർ കേപ്പോപ്പ് ഐഡലാണ്. ഫ്രണ്ട് പറയായിരുന്നു. ഹീറോയും ഷോക്കായി, കേപ്പോപ്പ് ഐഡലാണോ? അതെടി, എനിക്കും അറിയില്ല, നമ്മൾ രണ്ടുപേരും പഠിക്കുന്ന ബിസിയില്ല, അതുകൊണ്ട് നമുക്ക് സിംഗിങ് ക്യാപ്പും ഐഡൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതെ, അങ്ങനെ ഉണ്ടായ ആർമീസായ പ്രശ്നമോടി, ഇവിടെ കമ്പനിയിൽ ഏറ്റില്ല, അതുകൊണ്ടാണ് എടുത്താത്തത്, നമ്മൾ എടുത്താത്തത്. ഓ, അങ്ങനെ എടുത്തതാ? അതായത് ആർമീസായി നമ്മൾ എടുക്കില്ലായിരുന്നു. അങ്ങനെ ജോസ് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ. എല്ലാവരും വന്നു കമ്പനിക്ക്. അങ്ങനെ കമ്പനിക്ക് ഹീറോയെ വിളിച്ചായിരുന്നു, ഫ്രണ്ട് വിളിച്ചായിരുന്നു. നീ അകത്ത് പോയിക്കോ എന്ന് പറഞ്ഞ് ഹീറോയെ അകത്ത് പോയി. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞ് അവിടെ ജോലി ചെയ്തായിരുന്നു. രണ്ടുപേരും ഒക്കത്തെ ജോബ് ചെയ്യുന്നതായിരുന്നു. ഹീറോയി ജങ്കുക്കിൻ്റെ സെക്രട്ടറി വന്ന് വിളിച്ചായിരുന്നു. അകത്ത് ഹീറോയി വന്നു. സാർ ഇങ്ങനെ ജങ്കുക്ക് ഇൻ്റർവ്യൂ എടുത്തു. ശരി, ഓക്കെ. ഹീറോയി നോക്കി, വാവ് ഹാൻസം ആയിട്ടുണ്ടല്ലോ ജങ്കുക്കിനെ കണ്ട്. ഹീറോയി സൈറ്റൊക്കെ ആയിരുന്നു. അങ്ങനായിട്ട് അകത്ത് ജോലി കിട്ടി. ഇതാണ് ടേബിൾ. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ്. ഹീറോയ്ക്ക് മച്ചി കൺഗ്രാറ്റ്സ് ഡി, ഇവിടെ ഒരാളുണ്ടായിരുന്നുടി, അവൾ ജോലി രാജിവെച്ചടി. എന്താ ജോലി രാജിവെച്ചത്? അതടി, അവർക്ക് മാരേജായോ? അതടി, മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞ ബേബീസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ മാരേജ് ആകുന്ന മുമ്പാണ്. അതുകൊണ്ട് ഹസ്ബൻഡ് ഒരു ജോലി പോകണ്ട പറഞ്ഞായിരുന്നു, വീട്ടിലിരിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നാൾ ഇവിടെ ജോബ് ചെയ്തിടി, അങ്ങനെ കൊണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊണ്ട് ജോബ് രാജി വിട്ടത്. ഓ, അങ്ങനെയാണോ? ഓക്കെ. ഇപ്പോൾ പുതിയതായിട്ട് തിന്നെടുത്തതാ വെച്ച് ഹീറോ ഈ സന്തോഷത്തിൽ പറയാൻ തുടങ്ങി. അങ്ങനായിട്ട് അവർ ഇവിടുന്ന് ജോലി ചെയ്യുന്നു. ഇപ്പോൾ വേറെ ഗ്രൂപ്പിലെ കമ്പനി ജോലി ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് പോയത് ഇപ്പോൾ അടുത്ത കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അവർ റെസ്റ്റ് എടുത്ത്. ഓ, അങ്ങനെയാണോ? ഹീറോ സന്തോഷമായിരുന്നു. കമ്പനി നന്നായിട്ടുണ്ടല്ലേ.